രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ജീവിതം. വീട്ടമ്മമാരുടെ മാനസിക സമ്മർദ്ദം കുറക്കാൻ സഹായിക്കുന്ന ദിവസവും ചെയ്യാവുന്ന ആ 10 മിനിറ്റ് മാജിക് എന്താണെന്നറിയണ്ടേ? രാത്രി കിടക്കാൻ നേരത്ത് ഇന്ന് എനിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഉത്തരം ഉണ്ടാവില്ല. നമ്മുടെ മനസ്സ് സന്തോഷമായിരുന്നാൽ മാത്രമേ നമുക്ക് കുടുംബത്തെ നന്നായി നോക്കാൻ കഴിയൂ. അതുകൊണ്ട് എത്ര തിരക്കിനിടയിലും നിങ്ങൾക്കായി മാത്രം ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ദിവസവും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് നിശബ്ദതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ എല്ലാവരും പോയി തിരക്കൊഴിഞ്ഞ നേരത്തോ ഒരു സ്ഥലത്ത് ശാന്തമായിട്ടിരിക്കുക. ഫോണ് ദൂരേക്ക് മാറ്റി വെക്കുക. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഇത് വെറുമൊരു ഇരിപ്പല്ല, നിങ്ങളുടെ മനസ്സിന് വരാനിരിക്കുന്ന ഒരു ദിവസ തിരക്കുകൾക്കായി സജ്ജമാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ 2 മിനിറ്റ് നൽകുന്ന സമാധാനം ആ ദിവസം മുഴുവൻ നിലനിൽക്കും. രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം, അടുത്ത 3 മിനിറ്റ് നിങ്ങൾ പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന എന്നാൽ ഇപ്പോൾ മറന്നുപോയ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കാം. അത് പഴയൊരു പാട്ട് കേൾക്കുന്നതാകാം, ഡയറിയിൽ 2 വരി എഴുതുന്നതാവാം, അല്ലെങ്കിൽ മുറ്റത്തെ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതാകാം. നമ്മൾ വെറും വീട്ടമ്മമാർ മാത്രമല്ല, അതിനപ്പുറം കഴിവുകളുള്ള വ്യക്തികളാണെന്ന് സ്വയം ഓർമ്മപ്പെടുത്താൻ ഇത് സഹായിക്കും. ഈ ചെറിയ സന്തോഷങ്ങൾ നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഡിജിറ്റൽ ഡീടോക്സ്. നമ്മുടെ സമാധാനം കളയുന്ന ഒന്നാണ് അനാവശ്യമായ സോഷ്യൽ മീഡിയ ഉപയോഗം. മറ്റുള്ളവരുടെ സന്തോഷകരമായ ജീവിതം കണ്ട് നമ്മുടെ ജീവിതം മോശമാണെന്ന് നമുക്ക് തോന്നാം. അതുകൊണ്ട് ഈ 10 മിനിറ്റിൽ ഒരു സെക്കൻഡ് പോലും ഫോൺ നോക്കരുത്. വാട്സപ്പ് മെസ്സേജുകൾക്കും റീലുകൾക്കും പകരം ആ സമയം നിങ്ങളുടെ സ്വന്തം ചിന്തകൾക്ക് സമയം നൽകുക. മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ ഇത് സഹായിക്കും. നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നന്നായി ഒരുങ്ങുക. പുറത്തു പോകുമ്പോൾ മാത്രം ഒരുങ്ങാതെ വീട്ടിലിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുകയും വൃത്തിയായിരിക്കുകയും ചെയ്യുക. നമ്മൾ കാണാൻ ഭംഗിയുള്ളവരാണെന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഇനി അഞ്ചാമതായിട്ട് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ്. അടുത്തൊരു 2 മിനിറ്റ് കണ്ണാടിക്ക് മുമ്പിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. ഞാൻ ഇന്ന് സന്തോഷവതിയാണ്, എന്റെ കുടുംബത്തിന് ഞാനൊരു തണലാണ്, എനിക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് ഉറപ്പിച്ച് പറയുക. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നാം, പക്ഷേ നമ്മുടെ ഉപബോധ മനസ്സിനെ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കാൻ ഇതിന് വളരെയധികം കഴിവുണ്ട്. നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവ് ആകാൻ ഈ സെൽഫ് ടോക്ക് നിങ്ങളെ സഹായിക്കും. അടുത്തതായിട്ട് നിങ്ങൾ നന്ദി പറയുക. ഒരു 1-2 മിനിറ്റ് നന്ദി പറയാൻ നിങ്ങൾ മാറ്റിവെക്കണം ദിവസവും. ജീവിതത്തിൽ നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഇത് നല്ലൊരു ഭക്ഷണമാകാം, കുട്ടികളുടെ ചിരിയാകാം, അല്ലെങ്കിൽ സമാധാനമുള്ള ഒരു വീടാകാം. പരാതികൾ പറയുന്നതിന് പകരം നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ പ്രപഞ്ചം നമുക്ക് കൂടുതൽ സന്തോഷങ്ങൾ നൽകും. എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യുന്നത് നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കും. അടുത്തതായിട്ട് ദിവസവും അല്പനേരം ചെരുപ്പില്ലാതെ പുല്ലിലോ മണ്ണിലോ നടക്കുക. പ്രകൃതിയുമായുള്ള ഈ സമ്പർക്കം ശരീരത്തിലെ നെഗറ്റീവ് എനർജി കുറക്കാനും സ്ട്രെസ് കുറയാനും സഹായിക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. മനസ്സിന് വലിയൊരു ശാന്തത ഇത് നൽകും. ഇനി ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ആസ്വദിക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു പാനീയം കഴിക്കുക. അത് ചായയോ കാപ്പിയോ, ഒന്നുമില്ലെങ്കിൽ പച്ചവെള്ളം പോലും ആവാം. അതിന്റെ മണവും രുചിയും ചൂടും അനുഭവിച്ച് സാവധാനം കുടിക്കുക, ആസ്വദിച്ച്. ആ സമയത്ത് വീട്ടുജോലികളെ കുറിച്ചോ മറ്റോ ചിന്തിക്കാതെ ആ നിമിഷത്തിൽ മാത്രം ജീവിക്കുക. ഇത് ഒരുതരം മെഡിറ്റേഷൻ പോലെ പ്രവർത്തിക്കും. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനാണ്. നിങ്ങളുടെ സൗന്ദര്യം കൂട്ടാനല്ല, മറിച്ച് സ്വയം സ്നേഹിക്കാനായി കുറച്ച് സമയം മാറ്റിവെക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മുഖത്ത് അല്പം വെള്ളം ഒഴിക്കുന്നതോ ഒരു മോയ്സ്ചറൈസർ പുരട്ടുന്നതോ, അങ്ങനെ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും. ഞാൻ എനിക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു എന്നൊരു പോസിറ്റീവ് ചിന്ത ഇത് നിങ്ങൾക്ക് നൽകും. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ഫോൺ ദൂരേക്ക് മാറ്റിവെക്കാൻ. അതിനു പകരം നിങ്ങളുടെ പഴയ ആൽബങ്ങളോ മറ്റോ എടുത്തു നോക്കുക. നിങ്ങളുടെ കുട്ടിക്കാലത്തെയോ വിവാഹ സമയത്തെയോ സന്തോഷമുള്ള നിമിഷങ്ങള് ഓർത്തെടുക്കുന്നത് മനസ്സിലെ ഭാരം കുറക്കാനും ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരി വരുത്താനും അത് സഹായിക്കും. ഇനി നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുന്നത് ഒരു ശീലമാക്കുക. ദിവസവും 2 പേജെങ്കിലും. ഈ വായന നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ പോലെ ഒന്നുമല്ല. നമ്മൾ വായിക്കുമ്പോൾ, നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ അറിവ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഏകാന്തത മാറ്റാനും ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്.
ഇനി മറ്റൊന്ന്, നിങ്ങൾ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. പലപ്പോഴും ദേഷ്യവും ക്ഷീണവും വരുന്നത് ശരീരത്തിൽ വെള്ളം കുറയുമ്പോഴാണെന്ന സത്യം നിങ്ങൾക്കറിയാമോ? കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ഉന്മേഷം നൽകുകയും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ഒരു സോങ്, മെലഡിയോ, ഇനി DJയോ ആയിക്കോട്ടെ, അത് വെച്ചിട്ട് ആരും കാണുന്നില്ലെങ്കിൽ പോലും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിനൊപ്പം അല്പം സമയം നൃത്തം ചെയ്യുക. ഇത് ശരീരത്തിൽ എൻഡോർഫിൻ എന്ന ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. നമുക്ക് സങ്കടം വരുമ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണിത്. ഇനി വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഒരു കുഞ്ഞു പൂന്തോട്ടം സെറ്റ് ചെയ്യുക എന്നുള്ളത്. വലിയ തോട്ടം വേണമെന്നൊന്നുമില്ല. ചെടികൾ വളർത്തുക, പുതിയൊരു ഇല വരുന്നതും പൂ വിരിയുന്നതും കാണുന്നത് മനസ്സിന് വലിയൊരു സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. എല്ലാവരും നല്ല കഴിവുള്ളവരാണ്. കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടപ്പെട്ട് പല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ മറന്നുപോയ ആ കാര്യങ്ങളെ ഒന്ന് പുനരുജ്ജീവിപ്പിച്ചെടുക്കുക. തുന്നൽ പണി അറിയുന്നവരുണ്ടാവും, വരയ്ക്കാൻ അറിയുന്നവര്, അല്ലെങ്കിൽ പുതിയൊരു വിഭവം പരീക്ഷിക്കൽ എന്നിങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുക. എന്തെങ്കിലും പുതുതായി നിർമ്മിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷം വിലമതിക്കാനാവാത്തതാണ്. അപ്പോ ഈ ഒരു 10 മിനിറ്റ് എന്നത് നിങ്ങളുടെ സ്വാർത്ഥതയല്ല, മറിച്ച് നിങ്ങളുടെ അവകാശമാണ്. ഒരു മെഷീൻ പോലും ഓടണമെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓയിലടിക്കണ്ടേ? അതുപോലെ നമ്മുടെ മനസ്സിനും ഇടയ്ക്ക് റീചാർജിങ് ആവശ്യമാണ്. നാളെ മുതൽ നിങ്ങൾ ഇത് പരീക്ഷിക്കില്ലേ? നിങ്ങളുടെ മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ വീട്ടമ്മമാർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.